ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. പിന്നീട് ആഞ്ജനേയർ കണ്ടത് അതിമഞ്ജുളമായൊരു മാമലയാണ്. കാർക്കൊണ്ടലിന് എതിരായ നിറം, വിചിത്രങ്ങളായ ഉന്നത ശിഖരങ്ങൾ, ഏറ്റവും ഭംഗിയാർന്ന നാനാവൃക്ഷങ്ങൾ, മധ്യത്തിൽ മഹത്തായൊരു ശൃംഗം, അതിൽ നിന്ന് പരിശുദ്ധ ജലപ്രവാഹത്തോടു കൂടിയ ഒരു നദി, പ്രിയതമൻ്റെ അംഗതലത്തിൽ നിന്ന് എഴുന്നേറ്റു പോകുന്ന ഒരു ലലനാമണിയെപ്പോലെയും, വൃക്ഷശിഖരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രവാഹത്തിൽ സ്പർശിക്കുന്നത് കോപാകുലയായി പോകുന്നൊരു മാനിനീരത്നത്തെ ബന്ധുക്കൾ തടുക്കുന്നത് പോലെയും, ചിലപ്പോൾ ഒഴുക്ക് പിന്തിരിയുന്നത് പ്രണയകോപം വിട്ട് തെളിഞ്ഞ വദനത്തോടെ കമിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നൊരു കാമിനീമണിയെപ്പോലെയും അനിലസുതന് തോന്നി. അതിൻ്റെ അടിവാരത്തിൽ അടുത്തടുത്ത് അനേകം താമരപ്പൊയ്കകൾ പക്ഷികളുടെ കളകളനാദങ്ങളോടു കൂടിയുള്ളത് ഹനുമാന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഭംഗിയിൽ ഉണ്ടാക്കിയ കുളത്തിലെ പടവുകൾ ശ്രേഷ്ഠരത്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചുറ്റുപാടും കാണുന്ന മണലുകൾ മുത്തുരത്നങ്ങളാണ്. വിചിത്രങ്ങളായ അരണ്യങ്ങൾ, അവയിൽ നിറയെ പലവിധ മൃഗങ്ങൾ, അതിമനോഹരങ്ങളായ പള്ളിമേടകൾ, അവയുടെ ചുറ്റും കൃത്രിമ കാടുകൾ. ഇങ്ങനെയുള്ള അശോകവനിയുടെ ചില ഭാഗങ്ങൾ വിശ്വകർമാവാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഉയർന്നു നിൽക്കുന്ന ചില വൃക്ഷങ്ങളുടെ അഗ്രഭാഗം കുടയുടെ ആകൃതിയിൽ വൃത്താകാരമായി ഇടതൂർന്ന കൊമ്പുകളോടുകൂടി കാണുന്നതിൽ നിറയെ പുഷ്പങ്ങളും കായകളും തോരണം കെട്ടിയ പോലെ അതിശയകരമായി വിളങ്ങുന്നു. വലിയ തറകളും അതിലേക്ക് കയറാനുള്ള കൽപ്പടകളും സുവർണ നിർമ്മിതവുമാണ്. അനേകം വള്ളികൾ കെട്ടുപിണഞ്ഞ് ഇടതൂർന്ന ഇലകളോടുകൂടിയ ഒരു പൊന്നിരുൾ മരം അശോകവനി മധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്നത് കപീശ്വരൻ ഹനുമാന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. കനകത്തറയും കൽപ്പടവുകളുമാണ് അതിനുള്ളത്. നാല് പുറവും അഭിരമ്യമായ പച്ചപ്പുൽ മൈതാനം, ഇടയ്ക്കിടെ ചെറിയ കുളങ്ങളും നീരൊഴുക്കുകളും, അഗ്നിവർണ്ണമുള്ള വൃക്ഷങ്ങൾ ചുറ്റും നിൽക്കുന്നു. മേരുമാമല കൊണ്ട് ആദിത്യബിംബം ജാജ്വല്യമാനമായതുപോലെ ആ മഹാവൃക്ഷം ആരാമത്തിൽ ശോഭിക്കുന്നു. വീരവീരനായ വാനരേശ്വരൻ അതിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ വിചാരിച്ചു, എൻ്റെ ദേഹം മുഴുവൻ സ്വർണമായി തീർന്നുവോ? ആ കനകശാഖകൾ കാറ്റത്ത് ചാഞ്ചാടിക്കൊണ്ട് കിങ്ങിണി ചാർത്തിൻ നാദം ഉതിർക്കുന്നത് ഹനുമാൻ അത്ഭുതത്തോടെ കണ്ടു. കൊമ്പിൻ ചില്ലകളുടെ അറ്റങ്ങളിൽ വികസിച്ച പുഷ്പങ്ങളും ഇളയ മൊട്ടുകളും നിറഞ്ഞ ഇരുൾമരത്തിൻ്റെ മുകളിൽ ഇലച്ചാർത്തുകളുടെ മധ്യത്തിൽ ആ മഹാഭുജൻ കയറിയിരുന്നു. ശ്രീരാമസ്വാമിയെ കാണുവാൻ ഉഴറ്റോടെ കാത്തിരിക്കുന്ന സീതാദേവിയെ ഞാൻ ഇന്നിവിടെ കാണും. ശ്രീ ഹനുമാന്റെ ഹൃദയം മന്ത്രിച്ചു. പിറുപിറുക്കുന്ന മനസ്സ് ഇങ്ങനെ തുടർന്നു. അസഹ്യ ദുഃഖത്തോടെ അങ്ങിങ്ങ് അലക്ഷ്യമായി ഓടി നടക്കുന്ന ഞാൻ അവിചാരിതമായി ദേവിയെ ദർശിക്കും. ദുഷ്ടാഗ്രേസരനായ രാവണൻ്റേത് തന്നെയാകുമല്ലോ അഭിരാമമായ ഈ അശോകവനിയും. ഇലഞ്ഞി, ചന്ദനം, ചമ്പകം തുടങ്ങിയ ഉത്തമ മരങ്ങളാൽ മനോഹരവും രമണീയ പക്ഷിവൃന്ദങ്ങളോടു കൂടിയ താമരപ്പൊയ്കകളാൽ ശോഭിതവുമായ ഈ ദിവ്യാരാമത്തിൽ സ്വാമിയുടെ സഹധർമ്മിണി ജാനകീദേവി വന്നണയും. ശ്രീരാമദേവന്റെ പട്ടമഹിഷിയായ സുന്ദരീമണി രഘുകുല തിലകന്റെ ജീവനാഥ പതിവ്രതാരത്നമായ ജനകരാജകുമാരി ഇവിടെ വന്നണയും. പുള്ളിമാൻ കണ്ണിയായ ദേവി ഈ വിചിത്ര പൂങ്കാവ് കാണാതിരിക്കുകയില്ല. ഭർതൃചിന്ത കൊണ്ട് വിവശയായ ആ സുകുമാരാംഗി ഇവിടെ വരാതിരിക്കുകയില്ല. വനവാസ തൽപരയായ വൈദേഹി പതി വിയോഗ ദുഃഖം കൊണ്ടുണ്ടായ ചൂട് മാറ്റുവാൻ ഈ പൂവനത്തിൽ വന്നണയാതിരിക്കുമോ? വിശാലലോചനയായ മൈഥിലി ദേവി വനവാസികളുടെ ജീവിതത്തെ കൊതിക്കാറുണ്ടായിരുന്നു. സ്വാമിയുടെ ധർമ്മപത്നിയായ ആ ഓമലാൾ, സ്വാധ്വീരത്നമായ ജനകസുത, വരവർണ്ണിനിയായ വൈദേഹി, സുന്ദരീതിലകമായ സീതാദേവി സന്ധ്യാവന്ദനാദികളിൽ നിയമമുള്ളവളാണ്. നിർമ്മല ജലപൂർണമായ ഈ നദിയിലേക്ക് സന്ധ്യയെ വന്ദിപ്പാൻ ദേവി എത്തിച്ചേരും. നൃപേന്ദ്രനായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജീവാധിക പ്രിയയായ ദേവിക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് ഈ അശോകമലർക്കാവ്. ആ പൂർണ്ണചന്ദ്രവദന ലങ്കാരാജ്യത്തിൽ അധിവസിക്കുന്നുണ്ടെങ്കിൽ
സ്ഫടിക തുല്യമായി പ്രവഹിക്കുന്ന ഈ നദീതീരത്തിൽ വന്നണയാതിരിക്കുകയില്ല. തീർച്ച. ഇരുൾ മരത്തിൻ്റെ മുകളിൽ ഇടതൂർന്ന ഇലകളുടെ മറവിൽ സീതാദേവിയുടെ ദർശനം പ്രതീക്ഷിച്ച് ഓരോ സ്ഥലത്തും സശ്രദ്ധം ദൃഷ്ടികളാൽ പരതിക്കൊണ്ട് മഹാനായ ഹനുമാൻ ശരീരം വളരെ ചുരുക്കി ഇരുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.